ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഡബ്ലോളിക്ക കിട്ടിയാൽ എന്താ ചെയ്യാറ്? ഉപ്പിലിടും, അച്ചാറിടും, ഉപ്പും മുളക് പൊടിയും കൂട്ടി കഴിക്കും. ഞങ്ങളും അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. ഞങ്ങളുടെ ഇവിടെ ഡബ്ലോളിക്ക എന്നാണ് പറയാറ്. ചില സ്ഥലങ്ങളിൽ ലൂബിക്ക, ലോലോലിക്ക എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ ഇന്ന് ഉപ്പിലിട്ട് വെച്ചിരുന്ന ഡബ്ലോളിക്ക കൊണ്ട് ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മത്തി കഴുകി വൃത്തിയാക്കിയത്, പിന്നെ ഇതിലേക്ക് വേണ്ടത് സവാള, ഡബ്ലോളിക്ക, കറിവേപ്പില, ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, മുളക്. തേങ്ങ എടുക്കണം. തേങ്ങയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം. പിന്നീട് ഒരു പാത്രത്തിലേക്ക് മീൻ ഇടാം. ചതച്ചെടുത്ത തേങ്ങയും നേരത്തെ എടുത്ത് വെച്ചിരുന്ന സവാള, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില എന്നിവയും ചേർക്കാം. പിന്നെ ഡബ്ലോളിക്ക ചേർക്കുമ്പോൾ ഒന്ന് രണ്ടായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. മീനൊക്കെ നന്നായി വെന്ത് വരുമ്പോഴത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കണം. വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് ആവി കയറ്റിയ ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഡബ്ലോളിക്ക ഉപ്പിലിട്ടത് ഉപയോഗിച്ച് തയ്യാറാക്കിയ മീൻ പീര റെഡി ആയിട്ടുണ്ട്. മീൻ പീര ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ഇത് ഇഷ്ടമാകും. എപ്പോഴും നമ്മൾ മീൻ പീര തയ്യാറാക്കുമ്പോൾ പുളിയും മാങ്ങയും ഒക്കെ ഉപയോഗിച്ചല്ലേ ഉണ്ടാക്കാറ്. ഒരു വെറൈറ്റി ആയിട്ട് ഇനി ഡബ്ലോളിക്ക കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കിയിട്ട് അഭിപ്രായങ്ങളും കൂടി പറയണം.